നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കുക, അത് നിലനിർത്തുക എന്നുള്ളത്. അതിലേക്കായി പലതരത്തിലുള്ള പ്രയോഗങ്ങളും നമ്മൾ നടത്താറുണ്ട്. എന്നാൽ പുറമേയുള്ള പ്രയോഗത്തേക്കാൾ ഭക്ഷണശീലത്തിലായിരുന്നു പഴമക്കാർ പ്രാധാന്യം നൽകിയിരുന്നത്. ഓരോ രാജ്യത്തും അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ മാറ്റമുണ്ടാകും. ഈജിപ്തുകാരുടെ സൗന്ദര്യം ലോകപ്രസിദ്ധമാണ്. പുരാതന ഈജിപ്ഷ്യൻ സ്ത്രീകൾ അവരുടെ ഭക്ഷണത്തിൽ ധാരാളം നട്ട്സ് ചേർത്തിരുന്നു, പ്രത്യേകിച്ച് ബദാം. ഇത് അവരുടെ ചർമ്മം തിളക്കമുള്ളതും വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിച്ചിരുന്നു. കൂടാതെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും കഠിനമായ മരുഭൂമിയിലെ കാലാവസ്ഥയിൽ നിന്നും അവരുടെ ചർമ്മകോശങ്ങളെ സംരക്ഷിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ചൈനക്കാർ തിളക്കമുള്ള ചർമ്മത്തിനായി പേൾ പൗഡർ ഉപയോഗിച്ചിരുന്നു. ഇത് ചായ, സൂപ്പ്, ഔഷധ ഫോർമുലേഷനുകൾ എന്നിവയിൽ ഉപയോഗിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും കാൽസ്യം കാർബണേറ്റ്, അമിനോ ആസിഡുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ചർമ്മത്തിൻ്റെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാൻ ഇതൊരു സ്ക്രബായി പുറമെ ശരീരത്തിലും ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിൽ ആയുർവേദ പ്രകാരം ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ ചർമ്മ സംരക്ഷണത്തിന് പച്ചമഞ്ഞൾ ഉപയോഗിച്ചിരുന്നു. ഇന്നും അത് തുടരുന്നുണ്ട്. മഞ്ഞളിൽ ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചർമ്മത്തിലുണ്ടാകുന്ന വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കാനും മുഖക്കുരു പ്രശ്നങ്ങൾ കുറയ്ക്കാനും മഞ്ഞൾ സഹായിക്കുന്നു. ഇന്ന് നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. പുരാതന റോമക്കാർ എല്ലാ ദിവസവും ബോൺ സൂപ്പ് കുടിച്ചിരുന്നു. ഇതൊരു കൊളാജൻ സപ്ലിമെൻ്റ് പോലെ പ്രവർത്തിക്കും. യുവത്വമുള്ള ചർമ്മം, തിളക്കമുള്ള മുടി എന്നിവ നൽകും. ഇതിൽ അമിനോ ആസിഡുകളുണ്ട്. ഇത് കൊളാജൻ ഉൽപ്പാദനത്തെ നേരിട്ട് പിന്തുണയ്ക്കുകയും ചർമ്മത്തിൻ്റെ ഘടനയെ ഉള്ളിൽ നിന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. കോഴിയിറച്ചി അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ അസ്ഥികൾ ഉപയോഗിച്ച് 12 മണിക്കൂറോളം വേവിച്ചാണ് ബോൺ സൂപ്പ് ഉണ്ടാക്കിയിരുന്നത്. ഇത് ചർമ്മത്തിൻ്റെ ഇലാസ്തികത, ജലാംശം, സാന്ദ്രത എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഇങ്ങനെ ഓരോ രാജ്യത്തിനും അവരുടേതായ ആർട്ടിഫിഷ്യൽ അല്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളുണ്ട്, സ്കിന്നിന് അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവ.